ഈ സിറ്റുവേഷൻ ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ലൈക്ക് പോലീസിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഞാൻ അവിടെ പേടിച്ചിട്ട് ഞാൻ ഇരിക്കുവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. ഇനി ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നാൽ എന്നെ പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ പെട്ടെന്ന് കോളേജോടെ ഒന്ന് പെട്ടെന്ന് ആടാന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എന്തൊരു അവൻ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോയിന്നിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പം ആ കൊച്ചിൻ വേറൊരു സ്ഥലത്ത് ആ കൊച്ചിരുന്ന് കരയുന്നു. ആ കൊച്ചിൻ്റെ ഫോണ്, ആ കൊച്ചിൻ്റെ തിങ്സ്, ബാഗ് എല്ലാവരും അതായിരുന്നു അതിന്റെ. പക്ഷെ ആ കൊച്ചിനെ കാറി കയറ്റി എന്താണെന്ന് അറിയത്തില്ല. അപ്പം ആ കൊച്ചിരുന്ന് കരയുന്നു. അപ്പം ഞങ്ങൾ ആ കൊച്ചിൻ്റെ വീട്ടിലൊക്കെ ഫോൺ വിളിച്ചിട്ട് ഒരു കൊച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 10-40 വയസ്സ് വരും, ഒരു ആൻറ്റി. പക്ഷെ കുഞ്ഞു കുട്ടിയല്ല കേട്ടോ. അവിടുത്തെ അവരുടെ ലുക്കൊക്കെ വെച്ച് നമ്മുടെ സെയിം ഏജ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ ആ ഒരു ഇംഗ്ലീഷുകാരത്തിയാ കേട്ടോ, ഭയങ്കര കരച്ചില്. അവരുടെ കയ്യിലൊക്കെ എന്തോ മുറിവൊക്കെ ഉണ്ട്, അവരിങ്ങനെ വാന്തിയ മുറിവൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്താലും ഒരു ഉപയോഗമില്ല. ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്താലും അത് റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഒരു യൂസും ഇല്ല. ഫോൺ പോവും, ലാപ്ടോപ്പ്, കാറൊക്കെ അടിച്ച് പൊളിച്ചിട്ട്. എത്രത്തോളം സെക്യൂർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ? ഒരിക്കലും സെക്യൂർഡ് അല്ല. UK ഒരിക്കലും സെക്യൂർഡ് ആണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സേഫ് ആയിട്ട് നടന്നാൽ ഓക്കെ. നമുക്കാണെങ്കിൽ പോലും എപ്പോഴും എന്തും സംഭവിക്കാം.